കേരളത്തിലെ SIR നടപടികൾ തടയരുതെന്നാവശ്യപ്പെട്ട തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകി. SIR നീട്ടിവെക്കണമെന്ന് കേരളത്തിന് ആവശ്യപ്പെടാനാകില്ല എന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ബി ബാലഗോപാൽ ചേർന്നു വിവരങ്ങളുമായി. ബാലു, കേരളത്തിന്റെ ആവശ്യം തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ SIR നടപടികളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് അധിക സമ്മർദ്ദമാണ്, കുറ്റമറ്റതാക്കാൻ സാധിക്കില്ല എന്നൊക്കെയാണ് കേരളം പറഞ്ഞിരുന്നത്. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് കേരളത്തിന് ഇങ്ങനെ SIR നീട്ടിവെക്കാൻ ആവശ്യപ്പെടാൻ സാധിക്കില്ല എന്നതാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്ന മറ്റു കാര്യങ്ങൾ എന്താണ്? ഈ കേരളത്തിലെ SIR നീട്ടിവെക്കണമെന്ന ആവശ്യം സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് ഇന്ന് പരിഗണിക്കാനിരിക്കുകയാണ്. ഇന്ന് പുലർച്ചെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ ഈ സത്യവാങ്മൂലം ഫയൽ ചെയ്തിരിക്കുന്നത്. ഈ സത്യവാങ്മൂലത്തിൽ പ്രധാനമായും 4 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഈ SIR നടപടികൾ നീട്ടിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കാൻ വേണ്ടി കഴിയില്ല എന്നാണ് അതിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. കാരണം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടത്തേണ്ടത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പേര് പറഞ്ഞ് സംസ്ഥാന സർക്കാരിന് ഈ നടപടികൾ നീട്ടിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ സുപ്രീം കോടതിയെ സമീപിക്കാൻ വേണ്ടി കഴിയില്ല എന്നാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും തരത്തിൽ ഈ SIR നടപടികൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ നടപടികളെ ബാധിക്കുന്നുണ്ടെങ്കിൽ അക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനായിരുന്നു സുപ്രീം കോടതിയെ സമീപിക്കേണ്ടതെന്നാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്. സീനിയർ അഭിഭാഷകൻ രാകേഷ് ദ്വിവേദിയാണ് ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരാകുന്നത്. അദ്ദേഹം ഇന്ന് ഇക്കാര്യം സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സംസ്ഥാനത്ത് ഒരിടത്തും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പും ഈ പ്രവർത്തനങ്ങൾ കാരണം SIR നടപടികളെ ബാധിക്കുകയോ SIRന്റെ പ്രവർത്തനങ്ങൾ കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ നടപടികളെ ബാധിക്കുകയോ ചെയ്യുന്നില്ല എന്നും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നുണ്ട്. സംസ്ഥാന ചീഫ് ഇലക്ടറൽ ഓഫീസർ നിരന്തരം ഈ ജില്ലാ കളക്ടർമാരുമായി കൂടിയാലോചന നടത്തുന്നുണ്ട്. ഈ ജില്ലാ കളക്ടർമാർ എല്ലാ തരത്തിലുള്ള സഹകരണവും ഈ SIR നടപടികൾ പൂർത്തീകരിക്കുന്നതിനായി നൽകുന്നുണ്ട് എന്നാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ ഒരു കാരണവശാലും ഈ കേരളത്തിൽ നടക്കുന്ന ഈ SIR നടപടികൾ ഒരു കാരണവശാലും നീട്ടിവെക്കരുതെന്ന സുപ്രധാനമായ ആവശ്യമാണ് ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയോട് ആവശ്യപ്പെടുന്നത്. കേരളത്തിൽ ഒരിടത്തും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ഈ SIR നടപടികൾ തടസ്സപ്പെട്ടിട്ടില്ല എന്നും ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതി. അതായത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് ഉന്നയിക്കാൻ സാധിക്കുക സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന് മാത്രമായിരിക്കും. കേരളത്തിന് അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കാൻ സാധിക്കില്ല എന്നതുകൂടിയാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്, അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ് കേന്ദ്രം പറയുന്നത്. കാരണം തെരഞ്ഞെടുപ്പ് എന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എക്സ്ക്ലൂസീവ് പ്രൊറോഗേറ്റീവിൽ വരുന്ന വിഷയമാണ്. ആ വിഷയത്തിൽ ഏതെങ്കിലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകളും പൊതു തെരഞ്ഞെടുപ്പുകളൊക്കെ നടത്തുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് ഈ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുകളാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും മാത്രമേ അത് കോടതിയിൽ ചോദ്യം ചെയ്യാൻ വേണ്ടി കഴിയുകയുള്ളൂ എന്നാണ് ഈ സത്യവാങ്മൂലത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. ഒരു കാരണവശാലും സംസ്ഥാന സർക്കാരിന് ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള നിയമപരമായ അധികാരമില്ല എന്നും ഇതിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. കേരളത്തിൻ്റെത് മാത്രമല്ല, ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, അതുപോലെ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തുടങ്ങി നിരവധി പേരുടെ ഹർജികൾ സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കെയാണ് ഈ വിഷയത്തിൽ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും SIRമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഇല്ല എന്ന കാര്യം ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ രണ്ടാമത്തെ ഭാഗം, അതായത് ജില്ലാ കളക്ടർമാർ, സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ വരുന്നതാണ് ജില്ലാ കളക്ടർമാർ പൂർണ്ണമായും ഈ SIRമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സഹകരിക്കുന്നുണ്ട് എന്നും അത് ഒരു കാരണവശാലും ഈ തെരഞ്ഞെടുപ്പ് നടപടികൾ ഈ SIR നടപടികളെ ബാധിക്കുന്നില്ല. അതുപോലെ തന്നെ കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന നടപടികളെയും ഇത് ബാധിക്കുന്നില്ല എന്നാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഭരണഘടനാ വിദഗ്ധനും സീനിയർ അഭിഭാഷകനുമായ രാകേഷ് ദ്വിവേദിയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരാകുന്നത്. അദ്ദേഹം ഇന്ന് ഇക്കാര്യം രേഖാമൂലം, അതായത് സത്യവാങ്മൂലം ഫയൽ ചെയ്തിട്ടുണ്ട്. മറ്റു വിശദാംശങ്ങൾ, കേരളത്തിൽ ഇതുവരെ നടന്ന SIRന്റെ നടപടികളുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്ന വിശദാംശങ്ങൾ കോടതിയെ അറിയിക്കുവാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ബാലു, ഇതിപ്പോൾ കേരളം ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് SIR നടപടികൾ നീട്ടിവെക്കണം. തദ്ദേശ തിരഞ്ഞെടുപ്പാണ് കേരളം മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം. പക്ഷേ ഇപ്പോൾ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഫയൽ ചെയ്ത സത്യവാങ്മൂലത്തിൽ പറയുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പിനെ SIR നടപടികൾ ഒരു രീതിയിലും ബാധിക്കില്ല എന്നതാണ്. ഇന്ന് ഹർജികൾ കേൾക്കാനിരിക്കെയാണ് ഈ ഒരു സത്യവാങ്മൂലം ഫയൽ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയെങ്കിൽ തുടർ നടപടികൾ ഏത് രീതിയിലായിരിക്കും?
സ്വാഭാവികമായും ഇക്കാര്യത്തിൽ ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ നിലപാടിനോട് സുപ്രീം കോടതി സ്വീകരിക്കുന്ന നിലപാട് വളരെ നിർണായകമായിരിക്കും. കാരണം ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീർപ്പ് എടുക്കേണ്ടത് ഈ സുപ്രീം കോടതിയാണ്. പക്ഷേ ഇവിടെ സംസ്ഥാന സർക്കാരിന് വേണ്ടി ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലക് നൽകിയിരിക്കുന്ന ഈ ഹർജിയുടെ മെയിൻറ്റൈനബിലിറ്റി അഥവാ ഇതിന്റെ നിയമപരമായ സാധുത തന്നെയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ചോദ്യം ചെയ്യുന്നത്. അത് നിയമപരമായി നിലനിൽക്കില്ല. കാരണം ഈ തെരഞ്ഞെടുപ്പ് എന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എക്സ്ക്ലൂസീവ് പ്രൊറോഗേറ്റീവിൽ വരുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ സർക്കാരിന് ഈ ശരി, അതാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. കേരളത്തിലെ SIR നടപടികൾ തടയരുതെന്നാവശ്യപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരിക്കുകയാണ്. SIR നീട്ടിവെക്കണമെന്ന് കേരളത്തിന് ആവശ്യപ്പെടാൻ സാധിക്കില്ല. തദ്ദേശ തിരഞ്ഞെടുപ്പിനെ SIR നടപടികൾ ഒരു രീതിയിലും ബാധിക്കില്ല എന്നതുമാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. ബി ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.